അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖവും സമാധാനവും ഹൈറും ബറക്കത്തും നിറഞ്ഞ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് കരിമീനാണ്. അപ്പോൾ ഞാനിത് മാങ്ങ ഇട്ടിട്ട് കരിമീൻ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുകയാണ്. അതിനായിട്ട് ഇതാ കരിമീനൊക്കെ ചെത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ കുടലും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്ന കരിമീനാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് മാങ്ങ ഇട്ടിട്ട് ഫ്രഷായിട്ടുള്ള ഒരു കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുഞ്ഞുള്ളിയാണ് കേട്ടോ ചേർത്തേക്കണം. കുഞ്ഞുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതൊന്നും പേസ്റ്റല്ല, എല്ലാം അരിഞ്ഞാണ് ഇട്ടേക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ പേസ്റ്റ് ഇടത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോഴാണ് കറിയുടെ മുകളിൽ ഇത് പൊങ്ങിക്കിടക്കുന്നത്. ഇത് ഗ്രേവിക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. ഗ്രേവിക്ക് വേണ്ടിയാണ് നമ്മൾ സവാള വഴറ്റുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മൊരിച്ചെടുക്കരുത്. അത് ഒന്ന് അതിൻ്റെ പച്ചച്ചവ മാറിയതിന് ശേഷം നമുക്ക് അരപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കറി വയ്ക്കുന്നത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനായിട്ട് ഇതാ വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളിയാണ്, അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടു. നല്ല അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് എന്നാണെന്നറിയോ? പിന്നെ മസാലപ്പൊടികളാണ് കേട്ടോ. മസാലപ്പൊടികൾ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കറിക്ക് വേറൊരു വെറൈറ്റി ലുക്ക് കിട്ടും, വെറൈറ്റി കളർ ലുക്ക് കിട്ടും. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ മേമ്പൊടിയായിട്ട് ചേർക്കുന്നത് ഉലുവാപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ. കാരണം കുറച്ച് എരിവ് ഇതിലുണ്ടാവും. പക്ഷെ മാങ്ങ ഇട്ട കരിമീൻ കറി ആയതുകൊണ്ട്, കരിമീൻ പൊള്ളിച്ചതായതുകൊണ്ട് നമ്മളെപ്പോഴും മുളക് പൊടി പൊങ്ങി നിൽക്കണം മുകളിലേക്ക്. അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിൽ ചേർക്കുന്നത് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ എന്നാലാണ് അത് അരപ്പിൽ ഉപ്പൊക്കെ പിടിക്കത്തുള്ളൂ. ഇതിനകത്തോട്ട് നമ്മൾ ഒരു മാങ്ങ നല്ല ഫ്രഷ് മാങ്ങ ഞാൻ മാവിൽ നിന്ന് പറിച്ചുകൊണ്ട്, നല്ല പച്ച മാങ്ങ കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വാടിയതും പിന്നെ ഇങ്ങനെ ഉടഞ്ഞതും ചതഞ്ഞതുമായിട്ടുള്ള മാങ്ങയൊന്നും ചേർക്കരുത് കേട്ടോ. നല്ല ഫ്രഷ് മാങ്ങ തന്നെ ആയിരിക്കണം. ഞാനിതാ ഒരു മാങ്ങ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു മൂവാണ്ടൻ മാങ്ങയാണോ എന്നറിയത്തില്ല, നല്ല പുളിയാണ്. അപ്പോൾ അത് അരിഞ്ഞ് അതിനകത്തോട്ടിട്ട് അതിൻ്റെ പച്ചച്ചവയും കൂടി ഒന്ന് മാറ്റിയെടുക്കണം. നല്ലപോലെ നീളത്തിൽ അരിഞ്ഞ് അതിലിട്ടിട്ട് ഈ മസാലയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ, മാങ്ങയുടെ ഒരു റോ ടേസ്റ്റ്. അത് എന്നാ പറയുക, അതിൻ്റെ ചുണയ്ക്കൊക്കെ ഒരു ചുണ ഉണ്ടാവും അതിന്. അപ്പോൾ ആ മണമൊക്കെ ഒന്ന് പോകാനായിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ നല്ലൊരു വലിയ തേങ്ങ കേട്ടോ ഇതിനെടുത്തേക്കുന്നത്. ഒരു 5-6 കരിമീനാണ് ഞാനിപ്പോൾ പൊള്ളിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. വലിയ ഒരുവിധം മീഡിയം സൈസ് കരിമീനാണ്. അപ്പോൾ ആ തേങ്ങ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ പാല്, 1-ാം പാലും മാറ്റി വെച്ചേക്കണം. അതിൻ്റെ 2-ാം പാലും 3-ാം പാലും പിഴിഞ്ഞാണ് ഞാനിപ്പോൾ ഈ മസാലയ്ക്കകത്ത് ഈ മാങ്ങയൊക്കെ വേകാനായിട്ട് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ ഒഴിച്ചേക്കുകയാണ്. അപ്പോൾ 2-ാം പാലും 3-ാം പാലും അതിലേക്ക് ഒഴിച്ച്, അതായത് നമ്മൾ ആദ്യം പിഴിഞ്ഞെടുത്ത പാല് മാറ്റി വെച്ചിട്ട് പിന്നെ ഒന്നുകൂടി അടിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത ആ പാലിനകത്താണ് നമ്മൾ ഈ മസാല വേവിക്കുന്നത്. മൊത്തത്തിൽ അപ്പം തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചേക്കരുത്. അപ്പത്തെ പിരിഞ്ഞ് ഒരു സൈസ് ഭംഗിയില്ലാതായിപ്പോവും. ഭംഗിയും മാത്രമല്ല ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ മൊത്തം ആദ്യം ഒഴിക്കരുത്. ഇങ്ങനെ ഒഴിച്ച് മാങ്ങയും ഈ മസാലക്കുത്തൊക്കെ മാറി നല്ലതുപോലെ തിളച്ച് അരപ്പൊക്കെ വെന്ത് അതിന് ശേഷം മീനും ഇട്ട് വെന്ത് വരുമ്പോഴത്തേക്കുമാണ്. മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കരിമീനും അധികം വേവൊന്നുമില്ലല്ലോ. 1-2 തിളക്കുമ്പോഴത്തേക്കും നമ്മുടെ കരിമീൻ പുറത്തും മറിച്ചിട്ടാൽ കരിമീൻ റെഡിയാവും. അപ്പോൾ ആ മീനും കൂടി ഇട്ട് ഒന്ന് വെന്ത് തിള വരുമ്പോഴത്തേക്കും നമുക്ക് എന്നാ ചെയ്യണം, ഈ തേങ്ങാപ്പാൽ അതിനകത്തോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ 1-ാം പാലും 2-ാം പാലും ഒഴിച്ചു. 1-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്, 2-ാം പാലും 3-ാം പാലും ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് വരുന്നു. തിളച്ച് കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ അതിനകത്തോട്ട് ഇട്ടു. വലിയ മീനായതുകൊണ്ട് മുങ്ങി കിടക്കാൻ ഒത്തിരി വേണ്ടി വരും. അപ്പം ഞാൻ അധികം കറി ഞാൻ വെക്കത്തില്ല, കുറച്ച് കറിയേ വെക്കത്തുള്ളൂ. ഞങ്ങൾ കുറച്ച് പേര്, 2 പേരിലുള്ളൂ, കുറച്ച് കറിയേ വെക്കത്തുള്ളൂ കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് ഇതാ ആ മീനൊക്കെ മുങ്ങി വെന്തൊന്ന് നല്ലതുപോലെ മീനൊന്ന് വേവണം കേട്ടോ. മീൻ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ഒന്നാം പാലും കൂടി ഒഴിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി മാങ്ങയിട്ട പൊള്ളിച്ച കരിമീൻ കറി റെഡി. ഇങ്ങനെയാണ് പൊള്ളിക്കുന്നത് കേട്ടോ. മാങ്ങ അല്ലെങ്കിൽ കുടംപുളി ഇട്ട്, പക്ഷെ മാങ്ങയിട്ട് പൊള്ളിച്ചൊന്ന് നോക്കിക്കോ, ടേസ്റ്റ് ടേസ്റ്റായിരിക്കും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ കറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ആ ഓൾ ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണം. ഞാനിരുന്ന ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതിന് മീനൊന്ന് അപ്പുറത്തേക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ ഈ ഭാഗം വെന്ത് കഴിയുമ്പോൾ അപ്പുറം രണ്ട് ഭാഗം വെന്തു, എന്നാലും നമുക്കൊന്നും കൂടി അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ വെന്തു. ഒത്തിരി നേരം അങ്ങോട്ട് വേവിക്കരുത്. കുറേ അങ്ങോട്ട് വിട്ട് വേവിക്കുമ്പോഴത്തേക്കും കരിമീൻ വേറെ മുള്ള് വേറെ ആയിപ്പോവും. അപ്പം കരിമീൻ അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു. അതുമാത്രമല്ല ഇത് ഫ്രഷ് മീനാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് വരുന്നത് കേട്ടോ. കുരുമുളകിൻ്റെയും ഉലുവപ്പൊടിയുടെയൊക്കെ മണം വരുന്നുണ്ട്. നല്ല മണം. ഉലുവ ഇട്ട് താളിക്കരുത്, ഉലുവ പൊടിയാട്ടോ അതിനകത്ത് ഇടുന്നത്. നമ്മൾ വേറെ വല്ല മീനൊക്കെ വെക്കുകയാണെങ്കിൽ ഉലുവ ഇട്ട് താളിക്കുക. ഇതിനകത്ത് ഉലുവ ഇട്ട് താളിക്കാറില്ല കേട്ടോ. അതിങ്ങനെ ഒരു കടുമുടാതെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് നമ്മൾ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് മീനൊക്കെ വെന്ത് റെഡിയായിട്ട് വന്നിട്ട് നമ്മുടെ കട്ടിക്കുള്ള ആ തേങ്ങാപ്പാലം അങ്ങോട്ട് ഒഴിച്ച് ഇനി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പതുക്കെ ഒന്ന് തിളച്ച് മുകളിലേക്ക് അതിൻ്റെ എണ്ണമയമൊക്കെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വരുമ്പോഴത്തേനും നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള കരിമീൻ മാങ്ങ ഇട്ട് പൊള്ളിച്ചത് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റായിട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ്. പത്തിരിക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയതാട്ടോ. ഉച്ചയ്ക്ക് മീൻകറി ചോറും കഴിക്കാം, രാത്രി പലഹാരവും മീൻകറിയും കഴിക്കാം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ റെഡി. കുരുമുളകിൻ്റെയും നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഉലുവയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോകൾ എനിക്കിടാനും നിങ്ങൾക്ക് കാണാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം. അള്ളാഹു അതിനെല്ലാം നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമാറാവട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം നീ പ്രദാനം ചെയ്യുമാറാവണേ തമ്പുരാനെ. അള്ളാഹുവെ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. അല്ലാഹ് ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും തരണേ തമ്പുരാനെ. അങ്ങനെ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.